ഹായ് ഹലോ വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പം എന്നും ഞങ്ങൾ രണ്ടുപേരും പോകുന്ന ഒരു യാത്ര, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പുറത്തു പോകുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഫാമിലി എന്ന് പറയുമ്പം സംഗീതൻ്റെ ചേച്ചിയും കുട്ടികളും ഞങ്ങളെല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് പുറത്ത് കറങ്ങാൻ പോകുന്ന മെയിൻ ലക്ഷ്യം നമ്മുടെ ഇറങ്ങിയിരിക്കുന്ന വൈറലായിരിക്കുന്ന സിനിമയാണ്. അപ്പം അതും കണ്ട് നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട് ഓണക്കേലി. അപ്പം നമ്മൾ ലാമിക്കുട്ടി നമ്മളെങ്ങടാ പോകുന്നത്? ഏത് സിനിമ? ലോക. യെസ്, ലോക. സിനിമ ഏതാണെന്ന് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലല്ലേ? കുറച്ചധികം ലേറ്റ് ആയിട്ടുള്ളൊരു വ്ളോഗാണ്. എന്താണ് അഭിത ഇത്രയും ലേറ്റായിട്ട് വ്ളോഗ് ഇടുന്നത്? അറിയില്ല, മടിയാണോ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല, ലേറ്റ് ആയിപ്പോവും. അപ്പോൾ നമ്മൾ ഫാമിലി ആയതുകൊണ്ട് ഇപ്രാവശ്യം കോഴിക്കോടല്ല മഞ്ചേരിക്കാണ് പോയത്. മഞ്ചേരി അവിടെ ഉള്ളൊരു മോളുടെ പേര് ഞാൻ മറന്നു. അവിടെ പോയി നമ്മൾ സിനിമ കാണാൻ പോവാണ്. ഞങ്ങൾ മൂന്നുപേരും ബൈക്കിലും ചേച്ചിയും ആദ്യം കൂടെ ബസ്സിലുമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സിനിമയ്ക്ക് ലോക കയറി, അതൊന്നും ഇനിയിപ്പോൾ പറയണ്ടല്ലോ. അപ്പോൾ നമ്മളിതേ പോപ്കോണൊക്കെ വാങ്ങി ഇൻ്റർവെല്ലിന് വന്നിട്ട് സ്പ്രൈറ്റൊക്കെ വാങ്ങി സിനിമ അടിപൊളി, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് നേരെ നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് വിട്ട്. അപ്പം ബ്രോസ്റ്റായിരുന്നു അവരുടെ ലക്ഷ്യം. പിന്നെ എൻ്റെ ന്യൂഡിൽസ്, മോമോസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ലാമിക്ക് ബർഗർ വേണം തന്നെയായിരുന്നു. അപ്പോൾ ബർഗർ, ബ്രോസ്റ്റ് ഇതൊക്കെ വാങ്ങി ഞങ്ങളെല്ലാവരും കഴിച്ചു. പിന്നെ ഓണം വരാനിരിക്കുകയാണ്. അയ്യോ, ഇപ്പോൾ ഓണം വരാനിരിക്കുക എന്ന് പറയുമ്പോൾ എന്തോ പോലെ. പിന്നെ എടുത്ത വ്ളോഗല്ലേ, മാത്രമല്ല ഞങ്ങളെല്ലാവരും കൂടെ പോയൊരു വ്ളോഗല്ലേ, അതുകൊണ്ട് ഇവിടെ കിടക്കട്ടെ എന്ന് കരുതി. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. അപ്പം നമ്മൾ മോളിൽ നിന്ന് ഇറങ്ങി നേരത്തെ പറഞ്ഞ പോലെ ഓണത്തിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് മഞ്ചേരിയിലുള്ള കസവകടയിലേക്ക് പോവാണ്. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. നമ്മുടെ കോഴിക്കോടാണ് നമ്മളെപ്പോഴും പോകാറ്. ആൻഡ് ദിസ് കോസ്റ്റ്യൂമിനെ പറ്റി കുറച്ച് പേരെങ്കിലും ചോദിച്ചായിരുന്നു. ഇത് നമ്മൾ മൈസൂർ ഓൺലൈനൊന്നും വാങ്ങിയില്ല. മൈസൂർ അന്ന് പോയപ്പോൾ അവിടുന്ന് ഒരു ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. കുറച്ച് ലൂസാണ്, ഒന്ന് ടൈറ്റാക്കി കുറച്ചുകൂടെ വൃത്തി ഉണ്ടാകുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ കസവകടയിലെത്തി. എൻ്റെ ദൈവമേ, എന്തൊരു തിരക്കാണ്. ഓണം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, അയ്യോ വരണ്ടില്ല എന്നായിപ്പോയി. അത്രയ്ക്ക് തിരക്കാട്ടോ. നമ്മളെ പക്ഷെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നോക്കിയാൽ നിങ്ങൾ, എനിക്കൊന്ന് കോഴിക്കോട് കസവകടേനെയും കാട്ടി മെറ്റീരിയൽസ് വെറൈറ്റി ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഞാൻ മെറ്റീരിയലൊന്നും നോക്കില്ല, കാരണം ഓൾറെഡി ഓണത്തിൻ്റെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവർക്ക് വാങ്ങാനാണ്, മക്കൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇനി എന്തായാലും ഇവിടെ വരണം എന്ന് ഓർത്തിട്ട് തന്നെയാണ് അവിടുന്ന് ഞാൻ വാങ്ങാതെ ഇരുന്നത്. അപ്പം അങ്ങനെ ഇവർക്ക് ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി ആട്ടോ. അപ്പോൾ ഇനിയും ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നടക്കില്ല എന്നറിയുന്നതുകൊണ്ട് നമുക്ക് ബില്ലിങ്ങിൽ നിന്ന് കിട്ടാൻ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി, അവർ അത് വാങ്ങിയിട്ട് ബസ്സിന് വരും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങൾ എല്ലാവരും കൂടെ പോയ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രം ഹേറ്റ് സബിത സംഗീത്.